ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഉണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹത്തിനൊരു ദിവസം തൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവും? മക്കയിൽ അദ്ദേഹം നടന്നു പോയാൽ അദ്ദേഹം നടന്ന വഴികളിലെല്ലാം സുഗന്ധം പരക്കുമായിരുന്നു. അദ്ദേഹം ധരിച്ച വസ്ത്രം വളരെ വിലപിടിപ്പുള്ളതായിരുന്നു. കഴിക്കുന്ന ഭക്ഷണങ്ങൾ വിലപിടിപ്പുള്ളതായിരുന്നു. അങ്ങനെ ആരും ആഗ്രഹിക്കുന്ന അത്തരത്തിൽ ജീവിക്കാൻ കൊതിക്കുന്ന ഒരു ജീവിതമായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം. ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിയെന്ന വാർത്ത അറിഞ്ഞ സമയത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് തൻ്റെ വീട്ടിലേക്ക് പോയ സമയത്ത് തൻ്റെ ഉമ്മയും കുടുംബക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടെ തൻ്റെ സമ്പത്തും തൻ്റെ കുടുംബവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഇറങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം മദീനയിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടിക്കൊണ്ട് അവിടെ നിന്നും മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവസാനം ഉഹുദ് യുദ്ധത്തിൽ മരണപ്പെട്ട സമയത്ത് തൻ്റെ ശരീരത്തിൽ മയ്യത്ത് പുതപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് എടുത്ത വസ്ത്രത്തിൽ തല മറക്കുമ്പോൾ കാല് കാണുകയും കാല് മറക്കുമ്പോൾ തല കാണുകയും ചെയ്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം ഇലകൾ വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിനെ കഫംപട അണിയിച്ചത്. അങ്ങനെ ഒന്നുമില്ലാതെ ഈ ലോകത്തിൽ നിന്നും അള്ളാഹുവിന് വേണ്ടി തൻ്റെ സമ്പത്തും എല്ലാം ത്യജിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ആ മഹാനുഭാവനായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ഒന്നില്ലെങ്കിൽ ഈ ദുന്യാവിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നാളെ ആഖിറത്തിൽ അള്ളാഹു എന്തായാലും പകരം കൊടുത്തിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ.